ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫിനാൻസിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടും ആൾ നേരിടുന്നുണ്ട്. ആൾ മാനസികമായി ശാരീരികമായിട്ടൊക്കെ ആൾക്കൊരു ക്ഷീണം തട്ടിയതായിട്ട്, അതായത് ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതോടൊപ്പം തന്നെ അയാൾക്ക് അധികം കൂടുതലും ആൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഒരു മാരേജൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഒരുപാട് ഫിനാൻസിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്ക് ഒരു മാരേജിന് വേണ്ടിയെല്ലാം ആയിരിക്കാം. ചിലപ്പോൾ ഫിനാൻസിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ആൾ ഭയങ്കരമായിട്ട്. കുറച്ച് പേർക്കൊക്കെ ജോലിയുടെ കാര്യത്തിലൊക്കെ എന്തോ ഒരു ജോലിയിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ജോലി നഷ്ടം വരാം, കടബാധ്യതകൾ വരാം. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ഒരുപാട് കാശ് വേണ്ടി വരുമല്ലോ വിവാഹം നടക്കണമെങ്കിലൊക്കെ. സ്വർണത്തിനൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ സ്വർണത്തിന് നല്ല വില കൂടിയൊരു സമയമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ആ വ്യക്തി ഇപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്നാണ് കാണുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല, അങ്ങനെയാണ് റീഡിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ എന്നാലും ആളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആൾക്കൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്തോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു തകർച്ച നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെതാവാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അങ്ങനെ എന്തോ ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ബന്ധത്തിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് മെയിൻ കാണുന്നത്. എന്നാലും ഇവിടെ ഫിനാൻസിൻ്റെയാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾ അതിനു വേണ്ടി ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി ആളിപ്പോൾ അതിലൊക്കെ ആൾക്കൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ. പക്ഷെ അതിനായിട്ട് തന്നെ ആളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ആളുടെ കാര്യത്തിലാണ് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളെക്കാളേറെ ഈ വ്യക്തി അങ്ങനെ ഫിനാൻസ് സംബന്ധമായ അല്ലെങ്കിൽ അവരുടെ കരിയറിലൊക്കെ ആൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളെ നേടണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ആ ഒരു 4 of Wands എനർജി വന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള മുന്നോട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളെ സ്വന്തമാക്കണം. അതിന് ഈ വ്യക്തിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ വ്യക്തിക്ക് ഫിനാൻസ് സംബന്ധമായോ ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ആയിരിക്കാം. ഇവിടെ നിങ്ങളെ നേടണമെങ്കിൽ കുറച്ച് പാടാണ്, എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ കാർഡ്. അതുകൊണ്ട് തന്നെ ആൾ വീണ്ടും ഇതൊരു എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി ശ്രമം നടത്തുന്നു, എഫേർട്ട് എടുക്കുന്നു, ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയം, ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചില സാഹചര്യത്തിൽ നിങ്ങൾ വിവാഹം പെട്ടെന്ന് വേണോ എന്ന് പറയുമ്പോൾ ആൾക്കൊരു ഒന്നാമത് ഫിനാൻസിലൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അത് കണ്ടോ 2 of Swords. എന്ത് തീരുമാനം, എന്ത് പറയാം, ചില ഫാമിലി ഒരു വശത്ത് പറയുന്നുണ്ടാവാം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഫാമിലി പറയുന്നതോ നിങ്ങൾ പറയുന്നതോ കേൾക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ആളിപ്പോൾ ഉള്ളത് ഈ ഒരു അവസ്ഥയിൽ. എന്നാലും ഈ വ്യക്തിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു 10 of Cups എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആൾ വെയിറ്റ് ചെയ്യാണ്. ഇത് ശരിയായി വരും, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം
ആൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നമുക്കിപ്പോൾ ഇത് കുറേ പേർക്കൊന്നും റെസനേറ്റ് ആവില്ല. ഇത് കുറച്ച് പേരുടെ റീഡിംഗ് ആയിട്ട്, അതായത് കുറച്ച് പേർക്ക് മാത്രം റെസനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതലും നമുക്ക് കാണാം ആ ഒരു ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അതേപോലെ 6 ഓഫ് ഷോർട്സിൻ്റെ എനർജി. എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ചില സാഹചര്യത്തിൽ ഇപ്പോൾ ആൾ എബ്രോഡായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ച് ദൂരമുള്ള വ്യക്തികൾ, നിങ്ങൾ പരസ്പരം കുറച്ച് ദൂരെ ഉള്ളവരായിരിക്കാം ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടാവും ഈ സമയത്ത്. ജോലിയുടെ കാര്യത്തിനായാലും ഫിനാൻസ് സംബന്ധമായ കാര്യത്തിനൊക്കെ ഇപ്പോൾ ആളുടെ കരിയറിലൊക്കെ ആൾ ഫോക്കസ് കൊടുക്കുന്നതായിട്ടും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം, അങ്ങനെയും സാധ്യതയുണ്ട്. ചില സാഹചര്യത്തിൽ നിങ്ങളെ അതുപോലെ ആയിരിക്കാം ഈ വ്യക്തി കാണുന്നത്, അതായത് ഒരു ഹസ്ബൻഡ് ഒരു വൈഫായിട്ടായിരിക്കാം നിങ്ങളെ ഇവർ കാണുന്നത്, ഒരു ഫാമിലി പോലെ ആയിരിക്കാം നിങ്ങളെ ഈ വ്യക്തി കാണുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇതൊരു മാരേജിന് വേണ്ടി ഈ വ്യക്തി കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ഇവിടുത്തെ ഇന്നത്തെ ഈ റീഡിങ് കാണിക്കുന്നത് നിങ്ങളെ നേടാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട്, അതായത് ഈ സമയത്ത് ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പോൾ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഫിനാൻസ് സംബന്ധമായ പ്രശ്നമാണ്. അവരുടെ കരിയറിലൊക്കെ കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറിലൊക്കെ കുറേ പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ അതിലൊക്കെ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ ആ ആൾ ആഗ്രഹിച്ചതുപോലെ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി, അതായത് ആ ഒരു നല്ലൊരു മാറ്റം കിട്ടണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു 10 ഓഫ് കപ്സ്, ഒരു ഹാപ്പി ലൈഫാണ് ആൾ ആഗ്രഹിക്കുന്നത് പോലും. പക്ഷെ അങ്ങനെ അതിനു വേണ്ടിയാണ് ആൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം ആൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിലാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ്. അതിനു വേണ്ടിയുള്ള ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസിലേക്ക് പോകാൻ തന്നെയാണ് ഈ വ്യക്തിയുടെ ശ്രമം. ആൾക്കൊരു ബാലൻസ് വേണം, അതിനു വേണ്ടി ആൾക്ക് എഫേർട്ട് എടുക്കണം, ഒരു കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. ചില സാഹചര്യത്തിൽ ആൾക്ക് കടബാധ്യതകളുള്ള വ്യക്തികളായാൽ ചില സാഹചര്യത്തിൽ ഒന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല, ആൾ സ്ട്രെസ് ഉണ്ടാവാം. ചില സാഹചര്യത്തിൽ ആൾക്കൊരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നിങ്ങളുടെ തകർച്ച എന്ന് പറയുമ്പോൾ, ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിലൊരു തകർച്ച വന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. എന്താണ് ആ ഒരു ടവർ വരാൻ കാരണം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ടവർ വരാൻ കാരണം ഇതിൽ മറ്റുള്ളവരുടെ ഇടപെടലും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ഒരു ചിന്താഗതിയായിരിക്കാം, ഇപ്പോഴത്തെ ഈ മാനസിക പ്രശ്നം കൊണ്ട്, ഫിനാൻസ് സംബന്ധമായ മാനസിക പ്രശ്നം കൊണ്ടുള്ള ഒരു ഇതായിരിക്കാം. നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ ഏജ് ഡിഫറൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ചിലതൊക്കെ നിങ്ങളുടെ വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ചില സാഹചര്യത്തിൽ അങ്ങനെയും കാണുന്നുണ്ട്, നിങ്ങളുടെ അടുത്തെല്ലാം തുറന്ന് പറയാത്തതിൻ്റെ ഒരു പ്രശ്നവും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഹൈഡിങ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നിങ്ങളടുത്ത് മറച്ചു വെക്കുന്നുണ്ടാവും ഈ വ്യക്തി. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതിൽ. ചില സാഹചര്യത്തിൽ മെയിനായിട്ട് മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ഒരു ചിന്താഗതിയും അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ തന്നെ ഒരു പ്രശ്നത്തിൻ്റെ, അതായത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ടുള്ള ആ ഒരു തടസ്സമായിരിക്കാം ചിലപ്പോൾ. ഇപ്പം ഇങ്ങനെ ആയാലും ഇങ്ങനെയൊരു സമയം ആയതുകൊണ്ട് നിങ്ങളിൽ നിന്ന് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാവും ഈ വ്യക്തി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ കണക്ഷൻ മുന്നോട്ട് ഈ സമയത്ത് പോകുന്നുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചില സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ മാറി നിൽക്കുക, ചിലപ്പോൾ ഫിനാൻസ് കടബാധ്യത പോലും ചിലപ്പോൾ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. അതാണ് കാണുന്നത്. തേർഡ് പാർട്ടി എനർജി ഒന്നും അത്രയൊന്നും ഇതിൽ വരുന്നില്ല. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു വ്യക്തിയായിട്ടൊന്നും അങ്ങനെയുള്ള കാർഡ്സൊന്നും വന്നിട്ടില്ല. കൂടുതലും വന്നിരിക്കുന്നത് ഒരു ഫിനാൻസ് സംബന്ധമായ, ജോലി സംബന്ധമായ കാര്യം. പക്ഷെ നിങ്ങൾക്കിങ്ങനെ ഈ വ്യക്തിയെ സംശയമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ. ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. കാരണം അവരൊരു സൈലൻ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം. ഇവർക്ക് നിങ്ങളെ കൂടാതെ മറ്റു വ്യക്തികളും ഉണ്ടാവും ഈ ഒരു സമയത്ത്. ആ ഒരു ചിന്താഗതിയിലായിരിക്കാം നിങ്ങളുള്ളത്. അപ്പം അങ്ങനെയാണ് കൂടുതലായിട്ടും ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഈ വ്യക്തി എന്ന് പറയുന്നത്
ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്, അതേപോലെ കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നവും ഉണ്ട്, ഇതിൽ ഫാമിലി പ്രശ്നവും ഉണ്ട് കുറച്ചൊക്കെ. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഈ കാർഡ്സ് പ്രകാരം മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ആ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അവർ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ഫോക്കസ് കൊടുക്കുന്നത് ഇപ്പോൾ കരിയറിലൊക്കെയാണ്. കാരണം അവർക്ക് എന്നാൽ മാത്രമേ നിങ്ങളോടൊപ്പമുള്ള ജീവിതം മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാർഡ്സ് തന്നെയാണ് മുഴുവനായിട്ട് വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവും എന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ചിത്തിര പൂയം നക്ഷത്രം, റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. കാസർഗോഡ്, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ യു ആണ്. ഇടുക്കി, ലെറ്റർ ജി. തിരുവാതിര, ലോങ് ഹെയർ, ലെറ്റർ എസ് ആണ്. പുണർത്തം, ജൂലൈ, സോഷ്യൽ വർക്കർ ആയിരിക്കാം. ക്യൂ ആണ്, ലെറ്റർ ക്യൂ. മെയ് മാസം, ജനുവരി, സെപ്റ്റംബർ മാസം, അനിഴം. എൻ ആണ്, ലെറ്റർ എൻ. ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ, ലെറ്റർ സെഡ് ആണ്. ഉത്രാടം, കൊല്ലം, ലെറ്റർ ഡി ആണ്. ഡി കേട്ടോ, ലെറ്റർ ഡി. ലെറ്റർ വൈ, ഉത്രട്ടാതി, ഒക്ടോബർ. ബ്ലൂ ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. യെല്ലോ കളർ. കാർത്തിക നക്ഷത്രം, റെഡ് കളർ. ലെറ്റർ പി ആണ്. ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്. 28, 14, 27, 16, 1 എന്ന് എഴുതിയിട്ടുണ്ട്. 36, 5, 32, 19. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടിയുണ്ടേ, 8 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്